ചെയ്തേക്കുന്നത്. അതായത് ഈ ഹർത്താൽ പൊളിറ്റിക്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇടതുപക്ഷം എന്നുള്ള LDF തന്നെയാണ്. 2006-ൽ സദ്ദാം ഹുസൈനെ അമേരിക്ക തൂക്കിക്കൊന്നപ്പോൾ കേരളത്തിൽ ഹർത്താൽ ആചരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെയായിരുന്നു അന്ന് കേരളമെന്ന്. അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസും കേരളം ഭരിച്ചിരുന്നത് LDF-ഉമായിരുന്നു. ഈ രണ്ട് വിഭാഗവും ഈ ഒരു ഹർത്താലിൽ ഒരുമയോടെയാണ് മുന്നോട്ട് പോയത്. എന്തിനായിരുന്നു ഈ ഒരു ഹർത്താൽ? ആർക്കെതിരെയായിരുന്നു? കേരളത്തിലെ ജനങ്ങൾക്കെതിരെയോ? ഞങ്ങളാണോ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നത്? ഇതെല്ലാം കഴിഞ്ഞ് LDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എത്ര തരത്തിലുള്ള സമരമുറകൾ, ഹർത്താലുകൾ എന്നെല്ലാം. സോളാർ അഴിമതി ആരോപണം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇവർ സെക്രട്ടേറിയറ്റ് മൊത്തം വളഞ്ഞതും 1,00,000-ഓളം അണികളെ കൊണ്ട് നാളത്തെ ദിവസം ഉമ്മൻചാണ്ടിയെ രാജിവെപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രക്ഷോഭം നടത്തിയിരുന്നു. എന്തിനായിരുന്നു അത്? എന്നിട്ട് അതിന് പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇവർ ഭരിച്ച ഈ ഒരു 10 വർഷം ഈ ഒരു സോളാർ അഴിമതിക്ക് എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഈ ഒരു കേസിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? ആരെങ്കിലും അറസ്റ്റ് ചെയ്തു? ഒന്നും ഉണ്ടായില്ല. ഇതുപോലെ കണ്ട മറ്റൊരു പ്രൊട്ടസ്റ്റാണ് മുല്ലപ്പെരിയാർ കേസ് പറഞ്ഞിട്ട്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടാറായി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വലിയൊരു മനുഷ്യച്ചങ്ങലൊക്കെ ക്രിയേറ്റ് ചെയ്തു. രണ്ട് ജില്ലകളെ കൂട്ടി യോജിപ്പിച്ച് 208 കിലോമീറ്റർ നീളത്തിലൊക്കെ ഒരു ചങ്ങല ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എന്താണ് ഉണ്ടായത്? ഇവർ ഭരിച്ച കഴിഞ്ഞ 10 വർഷം കൊണ്ട് പുതിയ മുല്ലപ്പെരിയാറിന്റെ തറക്കല്ല് പോലും ഇട്ടിട്ടില്ല. പോട്ടെ, ഈവൻ ഒരു ചർച്ച പോലും നടന്നിട്ടില്ല അതിൽ. അപ്പൊ പിന്നെ എന്തിനായിരുന്നു ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തി ജനങ്ങളെ